ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞപ്പം പോത്തുംകുട്ടീനെ ഒന്ന് അഴിച്ചുവിട്ട് തീറ്റാന്ന് വിചാരിച്ചു. പോത്തുംകുട്ടി നന്നായിട്ട് ശരീരമൊക്കെ കയറി നല്ല ഉഷാറായിട്ടുണ്ട്. അടുത്ത വലിയ പെരുന്നാളിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. സ്പെഷ്യൽ തീറ്റകളൊന്നും അങ്ങനെ കാര്യമായിട്ട് കൊടുക്കാറില്ല. വൈകുന്നേരം വെള്ളം കൊടുക്കുമ്പോൾ കുറച്ച് തവിട് തൂളി കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ഒറ്റ പോത്തേ ഉള്ളൂ. ഈ ഒരു പോത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയി. അപ്പം വലിയ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് ഇത് ഒന്നുകൂടെ ശരീരമൊക്കെ വെച്ച് കയറി നല്ല വെയിറ്റ് വരും. ഇത് തന്നെയാണെങ്കിലും പോത്ത് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പോത്ത് പൊതുവേ ഒരു ഉരുണ്ട പോത്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളവും കുറവാണ്, ഹൈറ്റും കുറവാണ്. എടുത്തപ്പോൾ ഉള്ളൊരു മിസ്റ്റേക്കാണിത്. നല്ല നീളം കുറവാണ്. പക്ഷെ എന്നാലും നല്ല എന്താ പറയുക, നല്ല ഇറച്ചി കയറുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ നിർത്തിയേക്കാണ്. എന്തായാലും വലിയ പെരുന്നാളായിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അവിടെ നിൽക്കുന്ന പോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പോത്താണ്. നമ്മുടെ പോത്തിൻ്റെ കൂട്ടുകാരനാണ്. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പം ഈ പോത്ത് പോയി കഴിഞ്ഞാൽ ആ പോത്തും പാടത്തുനിന്ന് കയറിപ്പോവും. ഇവനെ കണ്ടില്ലെങ്കിൽ അവൻ രാവിലെ ഇങ്ങോട്ട് തിരഞ്ഞു വരും. അപ്പം ആ പോത്ത് ഇതേപോലെ, അത് പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ അടിപൊളി പോത്താണ്. നല്ല ഉയരവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പോത്താണ്. അത്യാവശ്യം നല്ല ഉയരവും നല്ല ഇടനീളമൊക്കെ ഉള്ളൊരു നല്ല പോത്താണ്. അവനും ഇതേപോലെ കുറച്ച് വെയിറ്റൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നല്ല ഹെവി ഒരു പോത്തായിട്ട് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും വിൽക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഈ പോത്തിനെ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം എന്ത് വില കിട്ടുന്ന ഈ പോത്തിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ളവരൊന്ന് പറഞ്ഞു തരണം. എന്നാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ അറിവില്ലെങ്കിലും പിന്നെ എന്താ ഏകദേശം ഒരു വില കിട്ടും എന്നുള്ളത് ഒന്ന് അറിയണവരൊന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ ഇവരുടെ കൂടെ തന്നെ ഇപ്പോൾ കുറച്ച് രണ്ട് ചെറിയ കുട്ടികളുണ്ട്. അത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ പോത്താണ്. ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഒരു 2 മാസമായിട്ടുള്ളൂ നമ്മുടെ പാടത്ത് തിന്നാൻ വരാൻ തുടങ്ങിയിട്ട്. ഈ 2 പോത്തും കുട്ടികളാണ്. ഇതൊക്കെ ഒരു 15 രൂപ മെയിൻ വിലയിൽ ഇപ്പോൾ എടുത്ത് അവർ വിട്ടേക്കുന്നതാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ അതിൽ കുറവാണോന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും അടുത്ത വ്യാഴാഴ്ച വാണിയംകുളം ചന്തയിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു 2 കുട്ടികളെ കൂടെ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പോത്ത് വളർത്തൽ പൊതുവേ നമ്മൾ അധികം ഒരു 0 ബഡ്ജറ്റിൽ ഇങ്ങനെ വളർത്താനുള്ള ഇതേപോലെ പാടശേഖരങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോത്ത് വളർത്തൽ നല്ലൊരു ലാഭമുള്ള കാര്യമാണ്. അപ്പം ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പോത്ത് വളർത്തൽ നല്ല ലാഭമാണ്. എടുക്കുമ്പോൾ നല്ല കുട്ടികളെ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ നഷ്ടം പറ്റും. നോർമൽ നല്ല കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭമുള്ളൊരു കൃഷിയാണ് പോത്ത് വളർത്തൽ. നമ്മുടെ പോത്തിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് 1 വയസ്സായിട്ടില്ല. ഏകദേശം നല്ലൊരു വളർച്ച അവൻ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഏകദേശം ഒരു 10 മാസം മുന്നേ മേടിക്കുമ്പം ഈ ഒരു കാണുന്ന വലിപ്പമേ നമ്മുടെ പോത്തുണ്ടായിരുന്നുള്ളൂ. അതും വളരെ ശോചനാവസ്ഥയിലുണ്ടായിരുന്ന രൂപത്തിലായിരുന്നു. അപ്പം നല്ലൊരു മാറ്റം വന്ന് നമുക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോത്ത് വളർത്തലിലേക്ക് വന്നവരോടൊക്കെ പറയാനുള്ളത്, നല്ല കുട്ടികളെ വാങ്ങിച്ച് നല്ല ലാഭത്തിൽ നമുക്ക് 1 വർഷം കൊണ്ട് വിൽക്കാൻ പറ്റും. അതാണ് നല്ലൊരു കൃഷിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനലും സപ്പോർട്ട് ചെയ്യുക.